സൂര്യ, അച്ഛനെന്തീ പുറത്തിരിക്കുന്നത്? പത്മാമ്മയുടെ അടുത്ത് വെളിയിൽ കളഞ്ഞ? നീ ഒന്ന് പോടാവിടുന്നു. എന്തെങ്ങനെ നോക്കുന്നത്? സന്തോഷം കൊണ്ട് നോക്കി പോകുന്നാടാ. നിന്നെ ഇപ്പൊ കാണാൻ എന്തൊരു ഭംഗിയാന്നറിയോ? നിന്റെ മുഖത്ത് എന്തൊരു ഫ്രഷ്നെസ് ആണെന്നറിയോ? ഓ, അങ്ങനെയാണോ? എത്രയോ കാലം കാത്തിരുന്നതാണ് നിന്നെ ഈ അവസ്ഥയിലൊന്ന് കാണാൻ. ഇപ്പൊ നിന്റെ മുഖത്ത് വരുന്ന ഈ ചിരിയില് സത്യസന്ധതയുണ്ട്. നീ പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നന്ദിനി ഒരാളാ. സൂര്യ, നിനക്ക് നിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് നന്ദിനി. അക്കാര്യത്തില് ഞാൻ ഒരു തർക്കവും പറയുന്നില്ല അച്ഛാ. പിന്നെന്താ? എന്നും നീ ഇങ്ങനെയായിരിക്കണം. എന്നും എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ കഴിയണം. പിന്നെ മദ്യപാനത്തിന്റെ കാര്യം, ഇനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇനി ചിന്തിക്കില്ലല്ലോ? അച്ഛാ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് കരുതി ഞാൻ ആ ശീലം മൊത്തത്തിൽ അങ്ങ് മറന്നുവെന്ന് അതിനർത്ഥമില്ല. എനിക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും കഴിക്കും. അച്ഛാ, നന്ദിനിയുടെ നാട്ടില് അച്ഛന്റെ പഴയ കുറെ ചങ്ങാതിമാരില്ലേ? അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും ഒക്കെ അച്ഛന്റെ ശീലമല്ലേ? ഒറ്റയടിക്ക് അതങ്ങ് നിർത്താൻ പറഞ്ഞാ അച്ഛൻ നിർത്തുവോ? നിർത്തോ? അതിരിക്കട്ടെ, അമ്മ പറയുന്ന കാര്യങ്ങള് യാതൊരു മടിയും കൂടാതെ അച്ഛൻ അംഗീകരിക്കാറില്ലേ? അതനുസരിച്ച് നടക്കാറില്ലേ? അതൊക്കെ ഒറ്റയടിക്ക് നിർത്താൻ പറഞ്ഞ അച്ഛൻ ചെയ്യൂ? നീ എന്നെ ചോദ്യം ചോദിച്ചങ്ങ് കുരുക്കാണല്ലേ? ഏയ് അല്ലച്ചാ, അച്ഛൻ അച്ഛന്റെ ശീലങ്ങൾ കൊണ്ടു നടക്കുന്നത് പോലെ എനിക്കും എന്റേതായ ശീലങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് നോക്കാച്ചാ, എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാ നമുക്ക് അതുപോലെ അങ്ങ് നടക്കാന്നേ. അതല്ലാതെ ജീവിതത്തിൽ മുൻകൂട്ടിയുള്ള ഡിസൈനിങ് ഒന്നും നടക്കില്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്കിനി പേടിയില്ല. കാരണം എന്താണെന്നറിയോ? നീ അറിയാതെ നിന്റെ ജീവിതം വേറൊരാൾ ഡിസൈൻ ചെയ്തു. നന്ദിനി. അവള് നിന്നെ സ്നേഹിക്കുന്നതിന്റെ ആഴം ഇപ്പോഴും നിനക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് സ്നേഹം മാത്രമല്ലടാ, ബഹുമാനവും ആരാധനയും എല്ലാം ചേർന്നതാണ്. അതൊരിക്കൽ നീ തിരിച്ചറിയും. അന്ന് അവള് സ്നേഹിക്കുന്നതിന്റെ 1000 ഇരട്ടി നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഐ എം ഷുവർ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. തൽക്കാലം നമുക്ക് അകത്തേക്ക് പോയാലോ? നീ ചെല്ല്, ഞാൻ വന്നോളാം. ഓക്കെ. സൂര്യ, എന്താ? ഇനി എപ്പോഴെങ്കിലും മദ്യപിക്കാൻ തോന്നിയ നിന്നെ നോക്കി ചിരിക്കുന്ന എന്നെ ഓർക്കണ്ട. നിന്നെ നോക്കി കരയുന്ന അവളെ ഓർത്താ മതി.